ഹായ്. അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ. 8 കഷ്ടപ്പെട്ട് വരയ്ക്കണതിൻ്റെ കഷ്ടപ്പാടാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ മീൻ മേടിച്ചായിരുന്നു. ചെമ്പല്ലിയും മത്തിയും കേട്ടോ മേടിച്ചിരിക്കണേ. അമ്മയ്ക്ക് പൊതുവെ മീനിനോടാട്ടോ താല്പര്യം കൂടുതലും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചെമ്പല്ലി എന്ന് പറയും, പല നാട്ടിൽ നിന്ന് കിളിമീൻ എന്നൊക്കെ ആട്ടോ പറയുക. അപ്പോൾ നമ്മൾ ഈ മീൻ നന്നാക്കിയ ശേഷം ഇതിൻ്റെ ചെകിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ നാരങ്ങനീരും കല്ലുപ്പും ഇട്ട് ഉരത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചപ്പ് മണവും പിന്നെ ഈ മത്തിയുടെ ചെകിളൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അമ്മ സ്പെഷ്യൽ ഇന്ന് മീനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്പെഷ്യൽ ഇന്ന് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അതിനുള്ള മസാലക്കൂട്ടൊക്കെ പുരട്ടി സെറ്റായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു ഷെഫാണെന്നും കൂടി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല രീതിയിൽ കുക്ക് ചെയ്യും കേട്ടോ, എല്ലാ കാര്യങ്ങളും കറികളായാലും എന്തായാലും. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള വെള്ളവും ഒക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ നമ്മുടെ ബിരിയാണി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബിരിയാണിക്ക് റെഡി ആയില്ലേ, നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോവാൻ വിചാരിച്ചു. നമുക്ക് പാക്ക് ചെയ്തിട്ട് പുറത്തോട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊതുവേ നമ്മൾ വീട്ടിൽ നിന്ന് കറങ്ങാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് ഉണ്ടാക്കിയിട്ടായിട്ട് പോവാറ്. ഇതേപോലെ ബിരിയാണിയോ അല്ലെങ്കിൽ പൊതിച്ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടോ നമ്മൾ സാധാരണ പോവാറുള്ളൂ. പുറത്തുനിന്ന് കഴിക്കൽ കമ്മിയാണ്. അപ്പോൾ അതെ നമ്മൾ പറളി പാലെത്തിട്ടോ. അപ്പോൾ പറളി പുഴയാട്ടോ ഇത് കാണുന്നത്. അങ്ങനെ അതെ നമ്മൾ പാലക്കാട് മാർക്കറ്റിലേക്ക് എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ബക്രീദ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്ക് കമ്മിയാണ്. സാധാരണ മാർക്കറ്റുള്ള ദിവസം നല്ല തിരക്കാട്ടോ. നമുക്ക് വണ്ടിയും കൊണ്ട് ഇതേനെ പോവാന്ന് പറയുന്നത് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വണ്ടികളാട്ടോ വരിക. അപ്പോൾ അതെ ഇവിടെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അടക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ബേക്കറി കണ്ടു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലാട്ടോ ഈ ബേക്കറി വന്നിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ടോ. എനിക്ക് പൊതുവെ ഈ മധുരങ്ങളോട് അത്യാവശ്യം താല്പര്യമുള്ള കൂട്ടത്തിലാട്ടോ. അപ്പോൾ ഇതാ അവിടുത്തെ അങ്കിള് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സാമ്പിളായിട്ട് കഴിക്കാൻ തന്നതാട്ടോ. എനിക്ക് മാത്രമല്ല ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനായാലും അവരുടെ ബിഹേവിയർ ആയാലും നല്ല രീതിയിലൊരു ബിഹേവിയർ ആട്ടോ. അപ്പോൾ ഗീതം സ്വീറ്റ്സ് ആണ് അവരുടെ പേര് കേട്ടോ. അപ്പം ഇതൊക്കെ എനിക്ക് അവർ സാമ്പിളായിട്ട് കഴിക്കാൻ തന്നിട്ടുള്ള ഐറ്റംസാണ്. അപ്പം അവരുടെ തന്നെ ഒരു കേക്കിൻ്റെ സെക്ഷൻ ആട്ടോ. ഇത് കേക്ക് ബേക്കറി. ഇവിടെ നിന്നാണ് അവർ ഓർഡർ അനുസരിച്ച്, അതായത് ഓരോ ഫങ്ഷൻസിന്, ബർത്ത്ഡേ ഫങ്ഷൻസിന്, റിസപ്ഷൻസിനൊക്കെ അനുസരിച്ച് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ നമുക്ക് സാമ്പിളായിട്ട് കഴിക്കാൻ തന്നതാണ്. അപ്പോൾ ലൈവായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതും കൂടിയും കാണാം കേട്ടോ. അപ്പം ഞാൻ ചെന്നപ്പോൾ ഒരു ചേട്ടൻ വലിയൊരു കേക്ക് ഉണ്ടാക്കണ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ കാർഡ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ പാലക്കാട് മാർക്കറ്റിന് എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഈ ഗീതം ബേക്കറിക്ക്. അപ്പോൾ ഈ വഴി വരുന്നവർ എന്തായാലും ഈ ബേക്കറിയിൽ കയറണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമ്പിൾ തന്നിട്ടുള്ളത് നല്ല, ഇതൊക്കെ വെറും ജിലേബി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ഞാൻ മേടിച്ചുള്ള ഈ കേക്ക് ഐറ്റംസ് അടക്കം 20-15 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ലാഭമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ബേക്കറി കയറണം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്ത് നമുക്ക് അടുപ്പിച്ച് ഇതേപോലെ കുറേ ബേക്കറികൾ കാണാം കേട്ടോ. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കാണ് ഇപ്പം ഇന്ന് വണ്ടികളുടെയും ഇതിൻ്റെയൊക്കെ. ബക്രീദൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിനേക്കാളും തിരക്കുണ്ടാവും കേട്ടോ നമുക്ക് സാധാരണ ഈ മാർക്കറ്റിലൊക്കെ വരുന്ന ടൈമിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഫാൻറ്റസി പാർക്ക് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിൽ നിർത്തിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു തെങ്ങിൽ മലയണ്ണ ഓടി പോകുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ടാട്ടോ ഇവിടെ വെച്ചിട്ട് മലയണ്ണനെ കാണണം. അപ്പം നമ്മൾ ഡാമിൽ വരുന്ന വഴിക്ക് തന്നെ ഇതേപോലെ ചെറിയൊരു വഴികളുണ്ട് കേട്ടോ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കല്ലുകളും മണ്ണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷേ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ ഡാമിൻ്റെ വ്യൂവും കാണാം. പാറകളും ഉണ്ട്, നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഭാഗത്തിന് പാറകളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഡാമിൻ്റെ വ്യൂ. അപ്പോൾ ഇതേപോലെ അടിപൊളി സ്പോട്ടുകൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ചെറിയ വഴികളുണ്ട് കേട്ടോ നമുക്ക് ഡാമിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഏതാണ്ട് വ്യൂവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് അത്ര വെയിലും ഇല്ല. ഫുഡ് കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം പാറയൊക്കെ ഉണ്ട്, വലിയ വലിയ പാറകൾ ഇരുന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുക്കറോട് കൂടിയിട്ടാണ് കേട്ടോ ബിരിയാണി കൊടുന്നിരിക്കണത്. അത് നമ്മൾ ആ ചൂടോട് കൂടി ഇരിക്കും ചെയ്യുമല്ലോ, അതിനകത്ത് തന്നെ എല്ലാം സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും ഉള്ള ബിരിയാണി വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടോ കൊടുക്കുന്നത്, നമ്മൾ വീട്ടിൽ നിന്നുള്ള പ്ലേറ്റും കാര്യങ്ങളും. അപ്പോൾ എനിക്കുള്ള ബിരിയാണി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി വ്യൂവിൽ ഇരുന്നിട്ടാട്ടോ ഞാൻ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായി വീണ്ടും
നമ്മൾ യാത്ര. അപ്പം നമ്മുടെ പാലക്കാട് കവ ഭാഗത്തേക്ക് ഇതേ ഏറ്റവും ലാസ്റ്റായിട്ടൊരു പുതിയ റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി വലിയൊരു റിസോർട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് നിന്ന് അടിച്ച് പൊളിക്കാൻ പറ്റുക വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് കടകളായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ ഉണ്ട്. നമ്മുടെ അവിടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്താട്ടോ ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡാമിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാനുള്ള വഴി അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം മഴയൊക്കെ ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. അപ്പം ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ മഴയൊക്കെയാണ് നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാമിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി. നമ്മൾ ഡാമിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ആ ഭാഗത്തേക്കാട്ടോ പോണത്. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത ഡാമിൽ അത്യാവശ്യം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാറുകളും വണ്ടികളൊക്കെ ഇതിനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മഴയാണ് അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളമുള്ള ടൈമാണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഡാമിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി നിർത്തിയിട്ട് ഇതേ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഏതാണ്ട് ഒരു വെയിൽ അറിയിട്ടുള്ളൊരു 5-5:30 നേരമായിരിക്കും ഇപ്പോൾ. അപ്പോൾ ഏതാണ്ട് വെയിലാറിയ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിലേക്ക് ഇറങ്ങാനായാലും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിതേ ഡാമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആനക്കല്ല് റോഡ്. അപ്പോൾ ഡാമിൽ നിന്ന് തന്നെ നമുക്ക് ആനക്കല്ല് റോഡിലേക്ക് കയറാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് കേട്ടോ. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കുണ്ടും കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പോണ വഴിക്ക് നമുക്ക് ഒരു സൈഡിലായിട്ട് വീടുകൾ കാണാം. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. അപ്പോൾ ഇടുങ്ങിയ റോഡായത് കൊണ്ട് തന്നെ നമുക്ക് മറുവശത്ത് നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ ഇതൊരു ഷോർട്ട് കട്ട് വഴി കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വഴി കയറാം. അല്ലാത്ത പക്ഷേ നമ്മൾ അപ്പുറം റോഡ് വഴി വരണം കേട്ടോ. അപ്പോൾ അത് ഇരു സൈഡിലായിട്ട് ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സിഗ്നലൊക്കെ കമ്മിയാണ് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് വരേണ്ട നെറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആനക്കല്ല് റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെയാണ് കേട്ടോ കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പോണ വഴിക്ക് തന്നെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. റബ്ബർ എസ്റ്റേറ്റ് പോലെ, അല്ലെങ്കിൽ നമ്മൾ കൈതച്ചക്കട അങ്ങനത്തെ ഒരുപാട് തോട്ടങ്ങളും കാണാം കേട്ടോ. അപ്പോൾ ഈ കമ്പി നമ്മൾ കറണ്ട് കമ്പിയുടെ ഇത് കെട്ടിയിട്ടുണ്ട്. കാരണം ആനയൊക്കെ വരണ വശമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്കുള്ളൊരു പാലാണ് കേട്ടോ. ചെറുതോണിപ്പുഴ പാലാണ് കേട്ടോ അതിനെ പറയാം. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വണ്ടിയൊക്കെ നിർത്തി പുഴയിൽ ഇറങ്ങിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചിട്ടൊക്കെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് വേറൊരു പുഴപ്പാലം കൂടിയും കണ്ടു. മയിലാടി പുഴപ്പാലാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആനക്കല്ലിൻ്റെ വശത്ത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ആയിട്ട് ഇറങ്ങി കാണും. വേറൊരു അടിപൊളി സ്പോട്ട് കണ്ടു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കടകളായാലും എല്ലാം ഉണ്ട്. ഇവിടെ കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് കാണണേ. അപ്പോൾ നമ്മളും ഇവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോൾ തന്നെ ഏകദേശം സമയം ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അധികം നേരമൊന്നും ഡാമിനകത്ത് നിന്നില്ല കേട്ടോ. അപ്പോൾ ഏതാണ്ട് സമയമൊക്കെ ഇരുട്ടായി. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.